അപ്പോൾ ഇന്ന് അർജുന് വേണ്ടിയുള്ള സെർച്ചിൻ്റെ 10ാം ദിവസം പോസിറ്റീവായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ചാനലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഈ ഒരു അർജുൻ അല്ലെങ്കിൽ ട്രക്ക് ഇതെവിടെ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതിലൊരു ഞാൻ കാണുന്നത് സംതിങ്, അതായത് ട്രക്കിൻ്റെ ഒരു ഭാഗമോ ഇന്നലെ ഒരു കയറിൻ്റെ കഷ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടർ മറ്റേ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. 8 കിലോമീറ്റർ വിട്ട് കുറച്ച് മരങ്ങൾ, 8 കിലോമീറ്റർ വിട്ടിട്ട് കുറച്ച് മരക്കഷ്ണങ്ങൾ, അത് ആ ലോറി ഉടമ അവിടെ എന്ത് ചെയ്തു സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ആ ലോറിയിൽ മരക്കഷ്ണം തന്നെയാണ്, അക്വേഷ്യ മരത്തിന്റെ പീസുകളാണ് എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ലോറിയിലുണ്ടായിരുന്ന അക്കേഷ്യ തടികളാണ്, ആ അക്കേഷ്യ തടികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ദൃശ്യമാണ് ഇവിടെ നിന്ന്, ഈ സ്പോട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയുള്ള അഗർഗോണ അല്ലെങ്കിൽ ഗംഗേക്കൊള്ള എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവിടെ 8 കിലോമീറ്റർ അകലെയാന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് തന്നെയാണ് നേരത്തെ മധുവട്ടം പറഞ്ഞ പോലെ തന്നെ ആ സ്ത്രീയുടെ, അക്കരെയുള്ള ആ സ്ത്രീയുടെ ഒരു മൃതദേഹം ലഭിച്ചതും കഴിഞ്ഞ ദിവസം ലഭിച്ചതും അതേ പ്രദേശത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ ആ ലോറിയുമായിട്ടും അർജുനുമായിട്ടും നമുക്ക് ഏറ്റവും എന്താ പറയുക അവസാനം നമ്മളെ കൺമുന്നിൽ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട്. അതായത് ആ മരക്കഷ്ണങ്ങൾ, പല ഡൗട്ടുകളും പല തിയറീസും പല പോസിബിലിറ്റീസും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 8 കിലോമീറ്റർ ആണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിലോമീറ്റർ പുറത്തുനിന്നാന്നുള്ളതും ചില ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ചാനലിൽ 8 ആണെങ്കിൽ ചില ചാനലിലേക്ക് പോകുമ്പോൾ 10, 15, 20 ഒക്കെ ആയി മാറുന്നുണ്ട്. പിന്നെ പൊതുവെ എന്താണെങ്കിലും ഈ ഒരു തടി ലോഡ് ചെയ്ത് വന്ന ട്രക്കിലുള്ള തടി എന്താണെങ്കിലും കുറച്ച് പീസാണെങ്കിലും കണ്ടെത്തിയത് കൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നലെ വന്നൊരു ഫൈൻഡിങ്സ് ഉണ്ട്, ഇത് അപ്സൈഡ് ഡൗൺ ആയിരിക്കാം. ട്രക്ക് ഇങ്ങനെ മറിഞ്ഞ്, അതായത് മണ്ണ് വന്നു ട്രക്ക് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നതായിരിക്കും. അപ്പോൾ കെട്ടൊക്കെ പൊട്ടി, അതോ ഇനി ലോക്ക് ചെയ്ത് വെച്ചതാണോ, കെട്ടാണോ ലോക്കാണോ, കെട്ടാണ് എന്നാണ് ഇന്നലെ ഒരു വിഷ്വൽ വെച്ചിട്ട് റിപ്പോർട്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ലോറിയുടെ വിഷ്വൽസ് പുറത്തുനിന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു, മരം ലോറിയിൽ വെച്ച് ലോറിയിൽ കെട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് ലോക്ക് ചെയ്തതായിരിക്കും, ഒരു പാറ്റേണും കാണും ഇതിന്, അങ്ങനെ ലോക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു ക്രെയിൻ ഓപ്പറേറ്റർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, വണ്ടി തലകുത്തനെ കിടക്കുകയാണെങ്കിൽ പിന്നെ ഇന്ന് എങ്ങനെയാണ് മരങ്ങൾ ഒഴുകി പോവുക? ഇങ്ങനെ വീഴുന്ന വഴിക്ക് വീഴുന്ന വീഴ്ചയിൽ കുറച്ച് പീസുകൾ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്താണെങ്കിലും അതൊരു എന്താ പറയുക, ഇന്നത്തെ ഒരു മേജർ ഫൈൻഡിങ് ആയിട്ട് തന്നെ പറയണം. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കൺമുന്നിൽ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് സത്യം പറഞ്ഞാൽ ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, റഡാറും കാര്യങ്ങളും എല്ലാ ശ്രമങ്ങളും ഡ്രോൺ വെച്ച് ശ്രമിക്കുന്നു. നേവി ഭയങ്കരമായിട്ട് സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കാൻ അവർ ട്രയൽ ഒരുപാട് വട്ടം ചെയ്യുന്നു. പക്ഷെ അറിയാലോ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴയും, പ്രകൃതി ഒരു രീതിയിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറല്ലാത്ത പോലെയാണ്. അതെ, അപ്പം എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇന്ന് കണ്ടൊരു മേജർ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്കുകൾ വളച്ചൊടിച്ച് സൈബർ ആക്രമണം, യൂട്യൂബ് ചാനലുകൾക്കെതിരെ പരാതി നൽകി അർജുൻ്റെ അമ്മ. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തപ്പോഴും അർജുൻ്റെ അമ്മയ്ക്കും ഫാമിലിക്കും എതിരെ ഉണ്ടാകുന്ന ഒരു സൈബർ ആക്രമണങ്ങളെ കുറിച്ചിട്ട് അർജുൻ്റെ അമ്മേനെ വളരെ ബോൾഡായിട്ട് അന്ന് ആ പത്രക്കാരെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സംസാരിച്ചത് തന്നെ പല ആളുകൾക്കും ഭയങ്കര വിഷയമായിട്ടുണ്ട്. ആ സംസാരിച്ചതിൽ നിന്ന് പലതും മാത്രം എടുത്തിട്ട് അതെന്ത് ചെയ്തു, രാഷ്ട്രീയപരമായിട്ട് അതിലേക്ക് പല എലമെന്റുകളും കുത്തിക്കയറ്റിയിട്ട് ഒരു എന്താ വൃത്തികെട്ട രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ മെന്റാലിറ്റി വരുന്നത്. ആ ഫാമിലി ഓൾറെഡി തകർന്നിരിക്കുന്ന ആ ഫാമിലിയെ വീണ്ടും ഒരു സൈബർ ആക്രമണം കമന്റ് ബോക്സിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം എന്തായിട്ടുണ്ട് അറിയോ, അവർ പറയുന്ന വീഡിയോയിൽ വേറെ എക്സ്ട്രാ എലമെന്റുകളും സൗണ്ടുകളും കുത്തിക്കയറ്റിയിട്ട് വീണ്ടും വരുന്നു. അതായത് രാഷ്ട്രീയം, അതായത് പക്ക രാഷ്ട്രീയം. അതായത് ഇന്ത്യൻ ആർമിയെ പറഞ്ഞു ഏത് സിറ്റുവേഷനിലാണ് അത് ചെയ്യണമെന്നുള്ളത്. സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ, ആ അമ്മ പറയൂടെ, പറയാതിരിക്കുമോ അമ്മ, പറയും. ഓക്കെ, ഇവർ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒറിജിനൽ ഞാൻ വെക്കാം. ഇപ്പൊ ഇവന്മാർ ഈ മറ്റേ എക്സ്ട്രാ വോയിസ് കയറ്റിയിട്ടുള്ള ഒരു പരിപാടി. അതായത് അർജുൻ്റെ അമ്മ പത്രക്കാരെ കണ്ട് സംസാരിക്കുന്നു, ആർമിയെ കുറിച്ച് പറയുന്നു. അപ്പൊ അതിനു മുമ്പ് അർജുൻ്റെ അമ്മേന്റെ റിലേറ്റീവ് ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പറഞ്ഞു കൊടുക്കുന്നത് അത്ര ക്ലിയർ അല്ല. പക്ഷെ ഇവന്മാരെന്ത് ചെയ്തു, അതിന് ഇടയിലൊരു മറ്റേ മസാല ചേർത്തിട്ട് ആർമിയെ കുറിച്ച് പറയും. അത് അവിടുന്ന് പറയിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞു. ഇതിലെന്ത് രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെയാണ് ഈ സാധനം മുന്നോട്ടിടുന്നത്. ഞാൻ ആ ഫേക്ക് വീഡിയോടെ വെക്കാം. എനിക്ക് അത്രേ പറയാം. എന്തേ ചോദിക്കാണ്ടോ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഞങ്ങള്
പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് എങ്ങനെ ഇരിക്കുന്നു? ഇതൊക്കെ ചെയ്തോണ്ടല്ലോ ഞാൻ പറയാം, പുഴുത്ത് ചാവും. അതാണ് പറയലോ. നമ്മള് മരിച്ചിറക്കണ ശവത്തിന്റെ മുകളിൽ നിന്ന് സ്വർണ്ണ ഊര അങ്ങനത്തെ കൊണ്ടുപോകുന്ന കള്ളന്മാരെയൊക്കെ കേട്ടിട്ടുണ്ട്. അവരെന്താ അറിയോ, കള്ളനാണേന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് കട്ടുകൊണ്ടുപോകണവനാവും. ഇതൊക്കെ എന്ത് തെമ്മാടിത്തന്നെന്നാണ് ഇതിന് പറയണെങ്കിൽ. ഇതിന്റെ ഒറിജിനൽ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ കണ്ടുനോക്ക്. അവിടെ അല്ല, ഇവർക്കൊക്കെ റീച്ച് ഉണ്ടാക്കാൻ എനിക്ക് പണ്ട് അഖിൽമാരാർ വേറൊരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, ലുലുമാള് പോയിട്ട് മുണ്ടഴിച്ചിരിക്കുന്നതാണ് അതിനേക്കാളും നല്ലത്. അല്ല അല്ലെങ്കിൽ ഇനിയിപ്പോ അവിടെ പോയാൽ ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്ന അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചറിയുന്നു. കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിനെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് ഉണ്ടാവുകയും അതെടുക്കുകയും ചെയ്യേനി. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ, ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തേ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? അപ്പൊ ഇതാണ് അവിടെ ഉണ്ടായ സംസാരം. അതിനോട് ഭയങ്കരമായിട്ട് ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അമ്മ കൃത്യമായിട്ട് പറയുന്നത് എന്നോട് എന്റെ റിലേറ്റീവ് പറഞ്ഞത് അതല്ല, ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി അല്ല. സ്വന്തം മോന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു ഗതികേട് എന്നൊക്കെ പറഞ്ഞാൽ അവരെ അച്ഛൻ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഫാമിലി എങ്ങനെയാ പട്ടാളത്തിന്റെ ചിലപ്പോ പറയാം എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ പട്ടാളക്കാർ വരുമ്പോ ഇങ്ങനെ ഇതിലും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. ഇന്ത്യൻ ആർമി ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിന്നൊരു അമ്മ പെട്ടെന്ന് അവരൊരു എന്താ പറയാ വന്നു, പക്ഷെ ഒരു ഫൈൻഡിങ്സും അതിന്റെ ഒരു സങ്കടം, അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരെ സങ്കടം പറഞ്ഞതാണ്. അതിനെ അവരെ എടുത്തു കൊണ്ടുപോയിട്ട് എന്തോന്നടേ. അപ്പൊ എന്താണെങ്കിലും അവര് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് വഴി അറിയാം. ഞാൻ ഇന്നലെ ഒരു ചേച്ചി യൂട്യൂബിലൊക്കെ ഇരുന്ന് തള്ളുന്നത് കണ്ടു അപാരമായിട്ട്. ഞാൻ മറ്റേ സാധനം ഏത് മനസ്സിലായോ? ചാണക കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇരുന്ന് തള്ളുന്നുണ്ടായിരുന്നു ചേച്ചി. എന്താണെങ്കിൽ അതൊരു സൈഡിൽ അങ്ങനെ പോട്ടെ. ഇനി അടുത്തത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വരും ദിവസങ്ങളിലേക്ക് ഏറി പോകാൻ പോണത് 1 വാഹന ഉടമ മനാഫ്, 2 മറ്റേ രഞ്ജിത്ത് ഇസ്രായേൽ, 3ാമത് ഒരാളെ ഞാൻ കൂട്ടിയില്ലടാ. 3ാമത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അരുൺ മൊട്ടച്ചേട്ടൻ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അയ്യോ, ഞാൻ മുടിയില്ലാത്ത ചേട്ടൻ വെരി വെരി ബാഡ്. ഓക്കെ, വേറൊന്നുമല്ല, ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ചാനലിൽ. അപ്പോൾ അങ്ങേര് ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിലിപ്പോൾ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒരു കുറ്റം, അതായത് ഇവർ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തലുകൾ പറയാൻ പറ്റുമോ? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. അതായത് അവിടെയുള്ള ലൈക്ക് ലോക്കലായിട്ടുള്ള ആളുകൾ. ഞാൻ യോഗേഷിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് യോഗേഷ് പറയുന്നുണ്ട്, ആദ്യത്തെ 2 ദിവസം വൃത്തിക്കുള്ള എന്ത് നടന്നിട്ടില്ല, തെരച്ചിൽ നടന്നിട്ടില്ല. അത് അവിടെയുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു, ശരി വെക്കുന്നുണ്ട്. അങ്ങനെ വൃത്തിക്കുള്ള തെരച്ചിൽ അവിടെ നടന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ അവർ തമ്മിൽ ഓബിയസ്ലി എന്ത് വരും, ഒരു വാക്പോര് എന്നല്ല, അവർ ബ്രേക്കിംഗ് ആര് കൊടുക്കണം എന്നുള്ള രീതിയിൽ മത്സരം അവിടെ നടക്കും. അത് റിപ്പോർട്ടർ മാത്രമല്ല, എല്ലാ ചാനലുകളും അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിപ്പോർട്ടറിൽ അരുൺകുമാർ കുറച്ച് കൂടുതൽ ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഈ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ ആരാന്നും പഴയ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കേസിൽ 1-2 സംശയങ്ങൾ വരുന്നത് എവിടെ വെച്ചാൽ, ഒന്ന് 33 ഏജ് പറയുന്നതും, പിന്നെ ഇങ്ങനെ എന്തോ മിസ്റ്റർ തിരുവനന്തപുരം ടൈറ്റിൽ അടിച്ചതിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, ഈ ഏജ് ഇപ്പം പറയുന്നതും 2 കൊല്ലം മുമ്പ് പറഞ്ഞതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത്, 2-3 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒന്നിങ്ങനെ ഇരുന്ന് രാത്രി റഫായിട്ട് ഇരുന്ന് നോക്കിയ സമയത്ത് ഈ പറഞ്ഞ വ്യക്തി ലൈഫിലൊരു എന്താ പറയുക പട്ടാളക്കാരനാവണം, സേനയുടെ ഭാഗമാണെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പിന്നെ ലൈഫിലൊരു സ്റ്റേജിൽ അദ്ദേഹത്തിന് ഒരു മാരകമായ അസുഖം വന്നു.
അങ്ങനെ അസുഖത്തിനെ തുടർന്നിട്ട് പിന്നെ അങ്ങേർക്ക് ഏജ് ഓവറായി. പിന്നെ അതിനുശേഷം അങ്ങേര് ഇങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ അസുഖത്തിന് ശേഷം ഏജ് അങ്ങനെ തന്നെ സ്റ്റക്കായി നിന്നോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ 33 ആയതാണോ ആവാനും ചാൻസ്. അല്ല, അത് ഇവര് പറയുന്നില്ലേ, മാധ്യമങ്ങൾ പറയുന്നത്, അയാൾ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിലൂടെ അവര് പറയുമ്പോ ഇപ്പോഴും അവര് അല്ല, മാധ്യമങ്ങളില് അതും അങ്ങനെയും വരാൻ ചാൻസ് അല്ല. അവരങ്ങനെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വ്യക്തിയുടെ ഞാൻ നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സൈഡ് ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങേര് റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വമേധയാ ഇവിടെ പല എന്താ പറയാ ഇൻസിഡൻസിലും മേജറായിട്ട് വന്നിട്ടുള്ള പല ദുരന്ത മുഖത്തും ഈ വ്യക്തി സ്വയമേവ വന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസിലാണ് ആള്. എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പറയുന്ന ബാക്കി പലരേക്കാ കൂടുതൽ എക്സ്പീരിയൻസ്. ഇന്നലെ ഇത്തരം കാര്യങ്ങൾ എന്തിന് ഈവൻ നമ്മളെ കോക്ക് വരെ ഇന്നലെ ഒരു കളിയാക്കിയിട്ടുള്ള ഒരു സാധനം ഇട്ടു വന്നില്ല. രഞ്ജിത്ത് ഇസ്രായേലിനെ കളിയാക്കി ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്താ വിചാരിച്ചെങ്കിൽ, നമ്മളാരും അവിടെ പോയിട്ടൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലല്ലേ, നമ്മളവിടെ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ പോയി ചെയ്ത ഒരാളെ ഇത്രത്തോളം കളിയാക്കണോ അല്ലെങ്കിൽ അയാൾ എത്രത്തോളം ഏറെ കയറ്റണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ഒരു ഓബ്വിയസ് ക്വസ്റ്റ്യൻ ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കേസിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ത് രാഷ്ട്രീയം എന്ന് ഇതിനെ പറയണ്ടേ? നിങ്ങളെന്നെ കണ്ടു നോക്കി. രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ ഫോട്ടോ അതേപോലെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് CPI ആക്കിയിരുന്നു ജില്ലാ സമ്മേളനം. ഇതൊക്കെ ഏത് വഴിക്ക്, ഇത് ഏത് ടീമാണ്? ഞാൻ ഏത് ടീമാണ് ചെയ്തതെന്ന് പറയുന്നത്. ചിലർ പറയുന്നത് കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് ചെയ്തതാണ്. ഏത് കോൺഗ്രസോ മറ്റേ BJP ആര് ചെയ്താണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ കഥയുടെ ഇതൊക്കെ. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്ന ടൈമിൽ ഞാൻ അവിടെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യൻ ആർമി വന്ന് നമ്മളെല്ലാം ജോയിന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഇതാണ്. ഇല്ല, പുഴയിൽ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഇന്നും ഞാൻ പോയി, ഒരു വെണ്ടർ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി NDRF ഓഫീസറായിട്ട് പോയി, NDRF വാട്ടർ യൂണിറ്റായിട്ട് പോയി. അവിടെ ഞാൻ പോയി നോക്കി. അവരുടെ വുഡ് പാർട്ടാണത്. പിന്നെയുള്ള ഇന്ത്യൻ നേവി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സെർച്ച് ചെയ്യാൻ സോണാർ ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റഡാറാണ്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് വേണ്ടത്. റഡാർ കൂടി റഡാർ ആർമി. നിങ്ങൾ സാറ് കേട്ടല്ലോ, സാറാണ് എന്റെ CEO, സാറാണ് കമാൻഡിംഗ് ഓഫീസർ വന്നിരിക്കുന്നത്. സാർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി പല സമയങ്ങളിലായിട്ട് ലാൻഡിലും റിവറിലും ഒരേപോലെ സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് സെർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് പറഞ്ഞാൽ രഞ്ജിത്ത് പോയി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ശരിക്കും ഇവിടെ രഞ്ജിത്ത് ഒരു സ്കേപ്പ് ഗോട്ട് ആയതാണോ, മീഡിയാസിന്റെ മുന്നിൽ ഒരു ബലിയാടായതാണോ? ഞാൻ എൻ്റെ ഒരു ജെന്യുവൻ ഡൗട്ട് വയ്ക്കുക. കാരണം മീഡിയാസിന് എപ്പോഴും അങ്ങനെ ഒരു അറിഞ്ഞോണ്ടൊരു ബലിയാടാവാൻ വേണ്ടി ശ്രമിച്ചതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എന്തുണ്ടായെന്ന് പറയാം, ഇത് എൻ്റെ ഞാനൊരു പോസിബിലിറ്റി പറയാം, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയെങ്കിൽ ശരിയാന്ന് പറയാം. അതായത് ഈ ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്നു, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ മലയാളം ചാനലുകൾ ഏറ്റെടുക്കുന്നു. മലയാളം ചാനലുകൾ ഏറ്റെടുത്തതിന് ശേഷം ഓടിപ്പോവാണ്, അവിടെ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോവാണ്. ഇവിടുന്ന് മലയാളം ചാനലുകളിൽ എല്ലാവരും പോവാണ്. അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യം എത്തിയ ചാനലിൻ്റെ റിപ്പോർട്ടേഴ്സ് ഒന്നും ആ ചാനലിൻ്റെ മെയിൻ റിപ്പോർട്ടേഴ്സ് അല്ല, സബ് റിപ്പോർട്ട്. അറിയാലോ, ഇപ്പോൾ ഒരു ചാനലിനകത്തൊരു സ്ഥിരമായി കണ്ട് പരിചയമില്ലാത്ത, അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ചാനലിനകത്തുള്ള റിപ്പോർട്ടേഴ്സ് അല്ല. ലെറ്റ്സ് ഹാഷ്മി, അരുൺകുമാർ, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അവരൊന്നും അല്ല ആദ്യം സ്റ്റേജിൽ അവിടെ ചെന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യം മാറി. ഓരോ ചാനലുകളും അവിടുത്തെ ഒരു ന്യൂസ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രൈം ആളുകൾ എവിടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ആളുകളാവുമ്പോൾ നമ്മൾ ആ ന്യൂസ് കൂടുതൽ കാണും. അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാവും, അതെ, അവർക്കൊരു വിശ്വാസ്യത ഉണ്ടാവും. അവരിലൂടെ ഈ ന്യൂസ് ചാനലിൽ പുറത്തു വരുന്നത് വലിയ ബ്രേക്കിംഗ് ആവും. സോ അത് അവർ കൃത്യമായിട്ട് ചാനലുകൾ എന്ത് ചെയ്തു, അവരെ മെയിൻ ആളുകളെ അയച്ചു. ഈ സമയത്തൊക്കെ ചാനലിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച് കണ്ടിരുന്നത് നിങ്ങൾ മനാഫാണ്. ഏത് നമ്മുടെ ട്രക്ക് ഓണർ മനാഫ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മീഡിയ മനാഫിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഏറ്റവും കൂടുതൽ ബൈറ്റും സാധനങ്ങളും. അത് മനാഫ് എവിടെ പോയാലും ക്യാമറ തിരിക്കുന്നു, മൈക്ക് പിടിക്കുന്നു, ഈ പിന്നാലെ മനാഫിനെ. മനാഫ് പറഞ്ഞ പല സാധനങ്ങളും അതെ, അങ്ങനെ മനാഫായിരുന്നു അവരെ മെയിൻ ആള്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ എങ്ങോട്ട് പോകുന്നു, അവിടെയുള്ള MLA അങ്ങനെ കുറച്ച് പേരുണ്ട്, ഒഫീഷ്യൽസിന്റെ അടുത്ത് പോകുന്നു. പക്ഷെ അങ്ങനെ കിട്ടുന്നില്ല, കൊടുക്കുന്നില്ല. പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് മനാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആര് എന്നുള്ളത് മീഡിയ നോക്കി നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്, രഞ്ജിത്ത് ഇസ്രായേൽ.
രഞ്ജിത്ത് ഇസ്രായേലിനെ പിന്നെ എന്തായി? രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നു, പോകുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു. പിന്നെ അപ്പൊ ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ രഞ്ജിത്ത് ഇസ്രായേൽ ആണെങ്കിലും മനാഫാണെന്നുണ്ടെങ്കിലും മീഡിയ മൈക്കും പിടിച്ച് ക്യാമറയും പിടിച്ച് വരുമ്പോൾ പൊതുവെ അവർക്ക് ആരൊന്നും പറയുന്നത് ആ ഒരു മെന്റാലിറ്റി ചിലപ്പോ വന്നു പോവാം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യരാണ്, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ആരും ഒരു ന്യൂസും കിട്ടാക്കല്ലേ, ഇവർ ഇത്രയും കാര്യമായിട്ട് കേരളത്തിനോട് വന്നല്ലേ ന്യൂസിന്, എനിക്കറിയണ കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതെ, ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പല സമയമായിട്ട് ന്യൂസിന്റെ ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഷേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്ന അങ്ങേര്. മേ ബി ഇത് പറയാനും പറ്റില്ല, പറയും വേണം, ആ ഒരു അവസ്ഥയിൽ വന്നതായിരിക്കും. എന്താണെങ്കിലും എനിക്ക് തോന്നിയത് രഞ്ജിത്ത് ഇസ്രായേലിനെ മോർ ഓഫ് ലൈക്ക് എന്താ പറയാ, ഒരു മീഡിയയുടെ ബലിയാട് പോലെ ആക്കി കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ലാസ്റ്റ് കഴിയൊഴിഞ്ഞ് ഇട്ടിട്ട് പോയ ഒരു അവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ നമ്മളെ വിനു അല്ലേ ഏഷ്യാനെറ്റില്, അങ്ങേര് ഒരു അടി അടിച്ചിട്ടുണ്ട്. ആർക്ക് ഇട്ടിട്ട്? രഞ്ജിത്ത് ഇസ്രായേലിന് ഇട്ടിട്ടൊരു അടി. അത് നിങ്ങൾ കണ്ട? അത് നിങ്ങൾ കാണണം. ആ സാധനം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഓരോന്നും നമുക്ക് അനുഭവമായിരിക്കണം. നമ്മൾ ചെയ്തത് ശരി എന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. തുറന്നു പറയാം, ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRFനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് ഓക്കെ, ഇപ്പൊ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എങ്ങനെ പറ്റിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഇവർ പറയുന്നില്ല. വിനു എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് എന്താ, ഇയാളുടെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ ഇവനൊരു കള്ളനാണ്, എല്ലാ ദുരന്തമുഖത്തും ഓടി വരുന്നത്. അതല്ലേ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുക. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ചെന്നു, കർണാടക ഒഫീഷ്യൽസ് ആണല്ലോ അവിടെ നിന്നിട്ട് ഈ പണി എടുക്കുന്നതും ഇതിന് നേതൃത്വം കൊടുക്കുന്നതും ഇത് ചെയ്യേണ്ടതും അവരാണല്ലോ, അല്ലേ? 2 ദിവസം ഒന്നുമില്ലാതെ അവിടുത്തെ ലോക്കൽസേ പറയുന്നുണ്ട് അവിടുത്തെ അവസ്ഥ ശോകമാണെന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷവും അവിടെ ആർമി വന്നു, NDRF ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ നേവി ഉണ്ട്, ഈ പറഞ്ഞ ഒട്ടുമിക്ക അവിടുത്തെ കർണാടക ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്. ഇവരാരെങ്കിലും ഈ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് കേൾക്കുമോ? കേൾക്കാൻ പാടുമോ? അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവരുടെ പ്രശ്നമാണ്. അത് അവരുടെ പ്രശ്നമാണ്, ഇയാളുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം, ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ പറഞ്ഞ അർജുൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയും ട്രക്കും അവിടെ പെട്ട കാര്യം ആളുകളിലേക്കും ഈ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയ്ക്ക്, എന്തിനും ഈ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവന്നതിൽ ഒരു ഫാക്ടർ ഈ മനാഫും ഈ പറഞ്ഞ രഞ്ജിത്തും ഇവിടുത്തെ മീഡിയാസുമാണ്. ഇവരാദ്യം പട്ടാളത്തിന് അയച്ച സമയത്ത് പട്ടാളത്തിൻ്റെ കയ്യിൽ ആകെ കുറച്ച് ദൂരം മാത്രം പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റഡാർ വിട്ടിട്ടാണ് പട്ടാളക്കാർ വന്നത്. അവരെ ഈ സംഗതികൾ ഇല്ലായിട്ടല്ല. ഇപ്പം എവിടുന്ന് വന്നു? ഇപ്പം എവിടുന്ന് ഈ കാര്യങ്ങൾ പക്കയായിട്ട് മുന്നോട്ട് പോകുന്നു? കഴിഞ്ഞ 2-3 ദിവസമായിട്ടാണല്ലോ ഇതിലൊരു പുരോഗതി വന്നത്. ഇപ്പൊ നമ്മളെ മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ വളരെ പക്കയാണ്. അപ്പൊ എന്താ സംഗതി? ഈ പക്ക ആദ്യം കാണിക്കാലോ. അപ്പൊ ഇത് ഒരു എന്താ പറയാ, നേഷൻ മൊത്തം, ഒരു രാജ്യം മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കായി വന്നപ്പോൾ അവിടെ അഭിമാന പ്രശ്നം വന്നു. ഇയാൾ എടുത്തേ പറ്റുന്ന അവസ്ഥയപ്പോൾ സാധനങ്ങളും സാമഗ്രികളും വന്നു. ഇതില്ല. നേരത്തെ അന്ന് മറ്റേ മനാഫറ്റ് പറഞ്ഞ പോലെ ഇത് മലയാളിയല്ല, ഒരു ട്രക്ക് ഡ്രൈവർ ആണെന്നുള്ള അവിടുന്ന് കൃത്യമായിട്ട് അവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചാൽ പറയും, അവർ പറയും അതൊരു ഡ്രൈവറല്ലേ, ഒരു ഡ്രൈവർ, ഒരു ഹോട്ടൽ. അങ്ങനെയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു മെന്റാലിറ്റി എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് പക്കയായിട്ട് അവർ പല ബൈറ്റിലും പറയുന്നുണ്ട്. മാത്രമല്ല അവരങ്ങനെ തന്നെയാണ് കണ്ടത് എന്നുള്ള എക്സാമ്പിൾ. ഇപ്പൊ വന്നുള്ള റഡാറൊക്കെ ഏത് ചളിന്റെയും താഴെ കിടക്കുന്ന സംഭവം. അപ്പൊ ഇതെന്താ അറിയോ, ഇത്രയും ശ്രദ്ധ കിട്ടി, ഇത്രയൊരു ന്യൂസ് വാല്യൂ വന്നു, ലോകത്തിന്റെ ശ്രദ്ധ കിട്ടിയ ഒരു സംഗതി ആയപ്പോ ഇപ്പൊ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്ത് അവിടെ എത്ര പെട്ടെന്ന് പരിപാടികൾ നോക്കണേ. അപ്പൊ ഇത് ആദ്യം ചെയ്തുകൂടായിരുന്നോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അല്ലാതെ ഇനിയിപ്പോ ഓടി വന്നിരുന്നിട്ട് ഈ രഞ്ജിത്ത് ഇസ്രായേലിനെയും ബാക്കിയുള്ള പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിന് കൃത്യമായിട്ട് എന്ത് വേണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചില ഒരു ഇയാളെ സംശയിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ
അതിനൊരു കാര്യമോ കാരണമുണ്ട് വെച്ചിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവരെന്നെ പറയുന്നു ചാനലുകാർ ഞങ്ങളെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു. അപ്പം നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെ തെറ്റ് സംഭവിക്കാം? നിങ്ങൾ വർഷങ്ങളായിട്ട് ഇതേപോലുള്ള ദുരന്ത മുഖത്ത് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ. ഈ വ്യക്തിനെ നിങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ലേ? അപ്പം ആ കണ്ട സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയില്ല? മാത്രമല്ല ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ വിനു എന്നെ ഞങ്ങൾ ചർച്ചയിൽ വിളിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് കൈയൊഴിഞ്ഞു പോവാണ് ഇത് കണ്ടപ്പോ. എനിക്ക് തോന്നിയതാ. കാരണം എന്ന് വെച്ചാൽ എല്ലാം അയാളെ തലയിലിട്ട് ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ. അതായത് ഒന്നുമല്ല കാര്യം ഞാൻ പറഞ്ഞ, ഈ പറഞ്ഞ കർണാടക ഗവൺമെന്റിന്റെ പിന്നാലെയും പോകാൻ പറ്റില്ല, സെൻട്രലിന്റെ പിന്നാലെയും പോകാൻ പറ്റില്ല, ഗവൺമെന്റിന് രാഷ്ട്രീയക്കാരെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി നേരെ അതെല്ലാം കൂടി ലോറി ഓണർ മനാഫും രഞ്ജിത്തും ഇവർ രണ്ടാളും തലയിലിട്ടിട്ട് കുറച്ച് ട്രോളും സൈബർ അറ്റാക്കും പിന്നെ അവരുടെ വീട്ടുകാരും അർജുൻ്റെ വീട്ടുകാരും തലയിലിട്ടിട്ട് എന്ത് ചെയ്ത് മാപ്രകൾ കൈയൊഴിഞ്ഞു പോയി. ഈ അവിടെ നടന്ന സ്ഫോടനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ മണയായിരുന്നു അല്ലേ. അത് മുക്കിയതാന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞു. ഞാനതിലുള്ള പ്രൂഫുകൾ ഇവിടെ വെച്ചു, എല്ലാം ഞാൻ കാണിച്ചിവിടെ വെച്ചു. ബുള്ളറ്റ് മാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറിൻ്റെ വ്ളോഗറിൻ്റെ അങ്ങനെയുള്ള വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം, മനസ്സിലാവണ്ടേ? ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. സിലിണ്ടർ ഗാഡി ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು ಎರಡು ಪಾನಿಯಲ್ಲಿ ബ്ലാസ്റ്റ്. ಹಂಗಾದ್ರೆ ಪಾನಿ ಏಟು. അതെ അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗവും ആ സമയത്തുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ പറയണ ദൃക്സാക്ഷികൾ പറയണത് എന്താ വെച്ചാല് പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് നീരു അത്ര ഹൈറ്റില് വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലിയില് ഒലിച്ചു പോയി. അതെ എനിക്കൊരു ലെവലേശം ഞാൻ പറഞ്ഞല്ലോ കന്നഡ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ പുഴക്ക് ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ഭിത്തി കെട്ടിയിട്ടുള്ളത്. ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഇന്ന് കാണിക്കുന്ന വീഡിയോയിലും കാണിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ വയലിലൂടെയൊക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. കൃത്യമായിട്ട് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലേഡി പറയുന്നുണ്ട്, അയാളെ കണ്ടു നിന്ന എല്ലാവരും പറയുന്നുണ്ട് ഒരു ടാങ്കർ മിസ്സിങ്, ആ ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. മനസ്സിലായ? ഇത് വരുമ്പോഴത്തേക്കും മറ്റേ വായിൽ പഴം തിരിയ മാതിരി ഇരുന്നിട്ട് എന്ത് ചെയ്യും ഇവിടുത്തെ മീഡിയാസ്? അല്ല ആ സമയങ്ങളിലാണ് ഇവരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോൾ ഇവർ പറയും അല്ല രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ മറുപടി. ഇനി വിനുവിൻ്റെ കേസിലേക്ക് വരാം. റിപ്പോർട്ടർ ചാനലിൽ ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത് എവിടുന്നാണെന്ന് അറിയോ? ഇന്നലെ ഹാഷ്മി പോയിട്ട് ഒരു ബൈറ്റ് എടുക്കാൻ പോയി. ഒഫീഷ്യൽ അതാണ് സംഗതി. Brother, they are your friends, not a reporter. The reporter fellow told all negative news. No, sir. No. We are 24, sir. ನಾನು ಹೇಳ್ಬೋದಾ? ಕೇಳಪ್ಪ. കണ്ടാ, ഇവിടുന്നാണ് തുടക്കം. അപ്പൊ ഇന്ന് രാവിലെ ഇതിന് തിരിച്ചൊരു സാധനം ചെയ്തു കൊടുത്തതുണ്ട്, അതും ഞാനിവിടെ പ്ലേ ചെയ്യാം. Okay, he doesn't know where is the SP. SP whatever you feel like, then tell me. Yeah, I will talk to the media person. Definitely. Where is the SP? Where is the district authority? With the reporter channel and all my Malayalam channels, I kindly request, see, there should not be any rumors. And number two, there is a lot of people came here and they spread the false news that the government is not doing anything, SP is not preventing media people, or DC is not doing. No, so that is not a problem. ഇന്നലെ SP അടക്കമുള്ളവർ റിപ്പോർട്ടറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ റിപ്പോർട്ടറാണോ എന്ന് മറ്റു ചില ചാനലുകളോട് ചോദിച്ചു.
ഒരർത്ഥത്തിൽ ഞങ്ങളിതൊരു അംഗീകാരമായി തന്നെയാണ് കാണുന്നത് സാർ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒരു സിസ്റ്റം ഉണരുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ നിൽക്കുകയും SR എന്ന് പറഞ്ഞു നിൽക്കാൻ അങ്ങനെ നമുക്ക് കഴിയില്ല. ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട തെരച്ചിൽ വേണം എന്ന് ആ കുടുംബം ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ കൺസേൺ നമ്മൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തി. ഓക്കെ, ഇനി അടുത്തത് കോൺഗ്രസും അരുണും തമ്മിൽ. കോൺഗ്രസിന്റെ എക്സ് പേജിൽ, ഓക്കെ, കോൺഗ്രസ് കേരളന്റെ എക്സ് പേജിൽ വന്ന ഡിയർ ഡോക്ടർ അരുൺ കുമാർ, യു വാണ്ട് അപ്പോളജി ടു അർജുൻസ് ഫാമിലി, the families of other missing persons, your viewers and the people of Kerala and Karnataka. You have seen misleading everyone and creating a lot of havoc and distrust towards qualified SDRF, NDRF relief workers, experts and the Indian Army. അതായത് ഭയങ്കരമായിട്ട് ഡിസ്ട്രസ്റ്റ് ചെയ്തു. അതായത് അവരെ എന്താ പറയുക, ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തു, മിസ്ലീഡിങ് ആയിട്ടുള്ള ഫാക്ടുകൾ കൊണ്ടുപോയിട്ട് ജനങ്ങളെ മുന്നിൽ കൊണ്ടുപോയിട്ട് ന്യൂസ് ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ TRPക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു. നിങ്ങളൊരു സെൽഫ് ഡിക്ലെയർഡ് എക്സ്പേർട്ടായിട്ട് മാറി. അങ്ങനെ അയാൾ വേറെ ആൾക്കാരെ, ഇപ്പം എനിക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ രഞ്ജിത്ത് ഇസ്രായേലിനാണ് പറഞ്ഞത്. അതായത് സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പിന്നെ കർണാടക ഗവൺമെന്റിന്റെ കാര്യം, അതായത് പ്രശ്നം മനസ്സിലായി ഞങ്ങൾക്ക്. അവിടെ കോൺഗ്രസ്, അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് പ്രതികരിച്ചേ പറ്റൂലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തായി, CPMന്റെ പിണറായി വിജയനെയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സംഗതിയൊക്കെ മെൻഷൻ ചെയ്ത് ഈ പറഞ്ഞ അരുണിൻ്റെ 2 വീഡിയോയും വെച്ച് ഇവരും എന്ത് ചെയ്തു, ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇത് സത്യം പറഞ്ഞാൽ എന്ത് സംഭവിച്ചറിയാം, ലാസ്റ്റ് മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ കോലാഹലം, മാധ്യമപ്രവർത്തകരൊക്കെ തമ്മിൽ രാഷ്ട്രീയ ചളിവാരി എറിയലിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. ഇന്ന് ഈ ഇരിക്കണ, ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയം 4:54 ഈ സമയം വരെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ട്രക്കിൻ്റെ ഒരു അംശം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കളി ഇവർ മാറ്റി കളിക്കാൻ തുടങ്ങി, രാഷ്ട്രീയക്കാരും മീഡിയക്കാരും. നിങ്ങൾ ഇവിടെയാണ് ഈ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വരെ അർജുനോ ട്രക്കിൻ്റെ ഒന്നും ഒരു ക്ലൂ ഇല്ലാത്തപ്പോൾ വരെ ഇവർ ഭയങ്കര സെൻറ്റിമെൻസും സങ്കടവും കരച്ചിലും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയൊക്കെ ആയിരുന്നു. ഒരു പൊടിക്ക് എന്ത് ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയി എന്നറിഞ്ഞപ്പോൾ ഇവരൊരു ഗെയിം തുടങ്ങി. ഇനി ഇത് രാഷ്ട്രീയ മുതലെടുപ്പ്, രാഷ്ട്രീയ വൈരാഗ്യം, അതൊന്ന് വിട്ടുമാറിയിട്ട് സൈബർ അറ്റാക്ക്, പേഴ്സണൽ അറ്റാക്ക്, ഫുൾ ഇനി അതായിരിക്കും, ഇനി കംപ്ലീറ്റ്ലി ഇനി അതായിരിക്കും. നാട്ടിലുള്ള സാധാരണക്കാരെയും അതുപോലെ തന്നെ നമ്മളെ അർജുൻ്റെയും ഫാമിലീൻ്റെയും ആവശ്യങ്ങൾ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ കിടക്കുക തന്നെയാണ്. കണ്ടുപിടിക്കട്ടെ അല്ലേ? അവിടുത്തെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ആയിട്ട് നേവിക്കും ആർമിക്കും ഒക്കെ കൃത്യമായിട്ട് അവിടെ അവരുടെ പണിയെടുത്ത് ട്രക്ക് കണ്ടുപിടിക്കണം. ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോന്ന് അറിയണം. നമ്മളെ മെയിൻ ആവശ്യം ട്രക്ക് കണ്ടുപിടിക്കും. ഇപ്പൊ ലോറിന്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നു. ഇഫ്സേ ഈ ലോറിന്റെ ഫ്രണ്ട് പോർഷൻ വിട്ടു പോന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ആ മരങ്ങൾ അത്രയും വലിയ വലിയ മരങ്ങളൊക്കെ ട്രക്കിന്റെ ക്യാബിൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അത് കണ്ടുപിടിക്കണ്ടേ? അർജുൻ എവിടെ കണ്ടുപിടിക്കണ്ടേ? ഇതൊക്കെ നടക്കട്ടെ ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? രാഷ്ട്രീയപരമായിട്ട് നിങ്ങളെ മറ്റേ രാഷ്ട്രീയം ചാനല്, മറ്റേ റിപ്പോർട്ടേഴ്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന ആൾക്കാരെ നെഞ്ചത്ത്, പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് യൂട്യൂബേഴ്സിനെ നെഞ്ചത്ത്. അല്ല, നമ്മളെന്താണെന്ന് അറിയോ, ഇത്രയും ദിവസം അർജുൻ മണ്ണിന്റെ അടിയിൽ എവിടെയോ കിടക്കുകയാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അവരെ ചളിവാലെറിയൽ അതിന്റെ അടിയിലാണ് ഇപ്പോൾ എല്ലാവരും ഈ ന്യൂസ് വിറ്റ് കാശാക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് ഞാനാണെങ്കിലും വീഡിയോ ഇട്ട് എനിക്കും പൈസ കിട്ടുന്നുണ്ട്, ചുമ്മാതല്ലല്ലോ. നഷ്ടം ഇങ്ങനത്തെ എന്ത് ദിവസം നഷ്ടം വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ തൊട്ട എല്ലാവർക്കും ഇവിടെ നിന്നുണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ചാനലുകാരാണെന്നുണ്ടെങ്കിലും വലിയ സെന്റിമെന്റ്സ് കൊണ്ടൊന്നല്ല ഇത് കാണിക്കുന്നത്. ഇത് കിട്ടാനുള്ള ഇപ്പൊ ന്യൂസ് 18 കണ്ട തമ്മിൽ കണ്ടറിയാം. ഒരു ദിവസം ആ തമ്മിൽ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് ആ ന്യൂസ് 18 പറയാതെ നല്ലത്. എന്തായാലും കൊള്ളാം, നിർത്തല്ലേ?